നമസ്കാരം. ആഗോള രാഷ്ട്രീയത്തിൻ്റെ ചതുരംഗപ്പലകയിൽ പശ്ചിമേഷ്യ എക്കാലവും നിർണായകമായ ഒരു ചലന കേന്ദ്രമാണ്. എണ്ണ സമ്പത്തും തന്ത്രപ്രധാനമായ കടൽപ്പാതകളും പ്രാദേശിക മേധാവിത്വത്തിനായുള്ള വൻ ശക്തികളുടെ മത്സരങ്ങളും ഈ മേഖലയെ എപ്പോഴും സങ്കീർണമായി നിർത്തുന്നു. എന്നാൽ സമീപകാലത്തായി പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ദൃശ്യമാകുന്ന മാറ്റങ്ങൾ കേവലം ആഭ്യന്തര തർക്കങ്ങളിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് അത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ സുരക്ഷയെയും നയതന്ത്രത്തെയും നേരിട്ട് ബാധിക്കുന്ന തരത്തിൽ വലിഞ്ഞു മുറുകുകയാണ്. ഒരു വശത്ത് ഇന്ത്യയുടെ പരമ്പരാഗത സുഹൃത്ത് രാഷ്ട്രങ്ങളായ സൗദി അറേബ്യയും UAEയും തമ്മിൽ വളർന്നു വരുന്ന പുതിയ സാമ്പത്തിക ഭൂരാഷ്ട്രീയ മത്സരങ്ങൾ, മറുവശത്ത് ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട പുതിയ സഖ്യങ്ങൾ, ഇവയ്ക്കിടയിൽ പാകിസ്ഥാൻ്റെ പുതിയ സൈനിക നയതന്ത്ര നീക്കങ്ങൾ എന്നിവയെല്ലാം ചേർന്ന് പശ്ചിമേഷ്യയിൽ തികച്ചും അപ്രതീക്ഷിതമായൊരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പുതിയ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനം ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ഭാരതത്തിൻ്റെ മുന്നിൽ വലിയ നയതന്ത്ര വെല്ലുവിളികളും അതേസമയം തന്നെ കടുത്ത ജാഗ്രത പുലർത്തേണ്ട സുപ്രധാനമായ ഘട്ടവുമാണ് തുറന്നിടുന്നത്. പശ്ചിമേഷ്യയിൽ കാലങ്ങളായി നിലനിന്നിരുന്ന സൗദി UAE സഖ്യത്തിൽ സമീപകാലത്തുണ്ടായ വിള്ളലുകളാണ് നിലവിലെ രാഷ്ട്രീയ മാറ്റങ്ങളുടെ പ്രധാന കാരണം. ഒരു കാലത്ത് യമനിൽ ഇറാൻ അനുകൂലികളായ ഹൂതികൾക്ക് നേരെ ഒന്നിച്ച് പോരാടിയ ഈ രണ്ട് രാജ്യങ്ങളും ഇന്ന് വ്യത്യസ്ത ധ്രുവങ്ങളിലാണ്. യമനിലെ തെക്കൻ മേഖലയിൽ സ്വാധീനമുറപ്പിച്ച UAE അവിടെ സദേൺ ട്രാൻസിഷണൽ കൗൺസിലിനെ പിന്തുണച്ചപ്പോൾ സൗദി അറേബ്യ യമൻ കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പമാണ് നിലയുറപ്പിച്ചത്. തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടതോടെ UAE യമൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറി. എങ്കിലും സൗദി അവിടെ സൈനിക നീക്കങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിച്ചത്. ഈ ഭിന്നത പിന്നീട് സുഡാനിലും സൊമാലിയയിലും ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ മേഖലകളിലെ താൽപ്പര്യങ്ങളിലേക്കും പടർന്നു. ഏറ്റവും ഒടുവിൽ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്കിൽ നിന്നും ഒപെക് പ്ലസിൽ നിന്നും പുറത്തു പോകാനുള്ള UAEയുടെ തീരുമാനം ഈ ഭിന്നത സാമ്പത്തിക രംഗത്തേക്കും വ്യാപിപ്പിച്ചു. എണ്ണ ഇതര സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാനുള്ള സൗദി അറേബ്യയുടെ വിഷൻ 2030 പദ്ധതികൾ ടൂറിസം, നിക്ഷേപം, ധനകാര്യം എന്നീ മേഖലകളിൽ UAEക്ക് വലിയൊരു ഭീഷണിയായി ഉയർന്നു വന്നതാണ് ഇരു രാജ്യങ്ങളെയും കൂടുതൽ മത്സരത്തിലേക്ക് നയിച്ചത്. ഇറാനെതിരെയുള്ള യുദ്ധത്തിൻ്റെ കാര്യത്തിലും സൗദിയും UAEയും രണ്ട് വ്യത്യസ്ത നിലപാടുകളിലാണ് എത്തി നിൽക്കുന്നത്. തുടക്കത്തിൽ അമേരിക്കയെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചത് സൗദിയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എങ്കിലും ഇറാൻ്റെ പ്രത്യാക്രമണങ്ങൾ തങ്ങളുടെ എണ്ണപ്പാടങ്ങളെയും സമ്പദ് വ്യവസ്ഥയും ബാധിക്കാൻ തുടങ്ങിയതോടെ സൗദി അറേബ്യ അടിയന്തരമായി യുദ്ധം അവസാനിപ്പിക്കാനും ചർച്ചകൾ നടത്താനും സമ്മർദ്ദം ചെലുത്താൻ ആരംഭിച്ചു. എന്നാൽ UAEയുടെ നിലപാട് ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. എബ്രഹാം ഉടമ്പടിയിലൂടെ ഇസ്രയേലുമായി അടുത്ത ബന്ധം സ്ഥാപിച്ച UAEയിലാണ് ഇറാൻ്റെ പ്രത്യാക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ആഘാതമുണ്ടാക്കിയത്. ഒരു ആഗോള ടൂറിസം വ്യാപാര ഹബ്ബ് എന്ന തങ്ങളുടെ പ്രതിച്ഛായയ്ക്ക് ഇത് മങ്ങലേൽപ്പിച്ചതിനാൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാൻ്റെ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നാണ് UAE ആഗ്രഹിക്കുന്നത്. യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രയേൽ തങ്ങളുടെ പ്രശസ്തമായ അയൺ ഡോം പ്രതിരോധ സംവിധാനങ്ങൾ UAEയിൽ വിന്യസിച്ചത് ഈ ശക്തമായ സഖ്യത്തിൻ്റെ തെളിവാണ്. മറുഭാഗത്ത് മക്കയുടെയും മദീനയുടെയും കാവൽക്കാരായ സൗദിക്ക് ഗാസ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന അറബ് മുസ്ലിം പൊതുജന വികാരം കണക്കിലെടുത്ത് ഇസ്രയേലുമായി പരസ്യമായ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കാത്തതും ഈ ഇരു ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര അകലം വർദ്ധിപ്പിച്ചു. ഈ ഗൾഫ് ഭിന്നതകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാനും അതേസമയം കനത്ത തിരിച്ചടികൾ നേരിടാനും തുടങ്ങിയ രാജ്യം പാകിസ്ഥാനാണ്. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നിലപാടുകളോട് UAEക്ക് കാലങ്ങളായി കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു. 2017 അഫ്ഗാനിസ്ഥാനിൽ പാക് പിന്തുണയോടെ നടന്ന ഭീകരാക്രമണത്തിൽ 5 UAE നയതന്ത്രജ്ഞർ കൊല്ലപ്പെട്ടതും അഫ്ഗാനിൽ താലിബാന്റെ തിരിച്ചുവരവിന് പാകിസ്ഥാൻ വഴിയൊരുക്കിയതും അബുദാബിയെ ചൊടിപ്പിച്ചിരുന്നു. ഇതിനിടെയാണ് 2025 സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ തന്ത്രപ്രധാനമായ പ്രതിരോധ കരാറിൽ ഒപ്പുവെക്കുന്നത്. സൗദി UAE ഭിന്നത രൂക്ഷമായ സമയത്ത് പാകിസ്ഥാൻ സൗദിയോട് അടുത്തത് UAE കൂടുതൽ പ്രകോപിപ്പിച്ചു. ഇറാൻ യുദ്ധത്തിൽ മധ്യസ്ഥ ശ്രമങ്ങളുമായി പാകിസ്ഥാൻ മുന്നോട്ട് പോയതും അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധത്തെ മറികടക്കാൻ ഇറാന് കരമാർഗമുള്ള പുതിയ വ്യാപാര പാതകൾ തുറന്നു നൽകിയതും UAEയുടെ ചുവപ്പ് രേഖകൾ മറികടക്കുന്നതായിരുന്നു. ഇതിന് പ്രതികാരമെന്നോണം തങ്ങൾ നൽകിയ $3.2 ബില്യൺ വായ്പ അടിയന്തരമായി തിരിച്ചടയ്ക്കുവാൻ UAE പാകിസ്ഥാനോട് ആവശ്യപ്പെടുകയും UAEയിലുള്ള പാക് തൊഴിലാളികളെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട് നാട്ടിലേക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ UAEയുടെ എതിരാളിയായ സൗദി അറേബ്യ പാകിസ്ഥാന് സാമ്പത്തിക സഹായവുമായി എത്തി ആ തുക വീട്ടാൻ സഹായിച്ചു. സാമ്പത്തികമായി തകർച്ചയിലാണ് എങ്കിലും തങ്ങളുടെ സൈനിക ശേഷി ഉപയോഗിച്ച് സൗദിയുടെ പ്രീതി പിടിച്ചുപറ്റാനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വിശ്വസ്തനായി തുടരുവാനും പാക് സൈനിക മേധാവി അസീം മുനറിന് സാധിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ ഈ പുതിയ ചേരിതിരിവുകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണമായ ഒരു നയതന്ത്ര പരീക്ഷണമാണ് ഉയർത്തുന്നത്. UAEയും സൗദി അറേബ്യയും ഇന്ത്യയുടെ ഏറ്റവും അടുത്ത തന്ത്രപ്രധാനമായ പങ്കാളികളും സാമ്പത്തിക അടുത്തരുടെ നിർണായക ഘടകങ്ങളുമാണ്. UAEയുമായി ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ വഴി
ഇന്ത്യയുടെ വ്യാപാരം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. 2025-26 കാലയളവിൽ UAE-യിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി $37 ബില്യൺ എത്തി നിൽക്കുന്നു. അമേരിക്കൻ താരിഫ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ UAE ഇന്ത്യക്ക് വലിയൊരു വിപണിയാണ്. കൂടാതെ 40 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് UAE-യിൽ ജോലി ചെയ്യുന്നത്. അവരുടെ പ്രവാസി പണം ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് നൽകുന്ന പിന്തുണ വളരെ ചെറുതല്ല. അതേസമയം തന്നെ സൗദി അറേബ്യയുമായുള്ള ബന്ധവും ഇന്ത്യക്ക് ഉപേക്ഷിക്കാൻ സാധിക്കാത്തതാണ്. ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരായ സൗദിയിൽ 27 ലക്ഷത്തോളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $41 ബില്യൺ. കൂടാതെ $10 ബില്യൺ നിക്ഷേപവും സൗദി അറേബ്യ ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ട്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ മുസ്ലിം ജനസംഖ്യയുള്ള ഇന്ത്യക്ക് സൗദിയുമായുള്ള സാംസ്കാരികവും തന്ത്രപ്രധാനവുമായ ബന്ധം അതീവ പ്രാധാന്യമുള്ളതാണ്. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള പുതിയ പ്രതിരോധ കരാർ ഇന്ത്യയിൽ വലിയ ആശങ്കകൾ ഉണ്ടാക്കിയിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഇറാൻ യുദ്ധത്തെയും ആഗോള വിപണിയെയും ചൊല്ലി സൗദിയും UAE-യും രണ്ട് ചേരികളിലായപ്പോൾ ആ തർക്കങ്ങൾക്കിടയിലൂടെ പാകിസ്ഥാൻ തങ്ങളുടെ നയതന്ത്ര നേട്ടങ്ങൾ കൊയ്യുന്നത് ഇന്ത്യ വളരെ ജാഗ്രതയോടെ വീക്ഷിക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണിക്കൂറുകൾ മാത്രം നീളുന്ന UAE സന്ദർശനം ഈ സങ്കീർണമായ പ്രാദേശിക സുരക്ഷാ പ്രശ്നങ്ങളിലും ഊർജ്ജ പ്രതിസന്ധിയിലും ഇന്ത്യ UAE-ക്ക് നൽകുന്ന പിന്തുണ വ്യക്തമാക്കുന്നതാണ്. എന്നാൽ UAE-യുമായി അടുക്കുമ്പോൾ തന്നെ സൗദി അറേബ്യ പിണക്കാതിരിക്കാനും പാകിസ്ഥാൻ്റെ പുതിയ ഗൾഫ് സ്വാധീനത്തെ പ്രതിരോധിക്കുവാനും ഇന്ത്യക്ക് വളരെ സൂക്ഷ്മവും കൃത്യവുമായ ഒരു നയതന്ത്ര സന്തുലിതാവസ്ഥ രൂപപ്പെടുത്തേണ്ടതുണ്ട്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയവും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ രാഷ്ട്രീയവും ഇത്രമേൽ ദൃഢമായി കൂടിച്ചേരുന്ന മറ്റൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ ഇന്ത്യ എടുക്കുന്ന ഓരോ നയതന്ത്ര തീരുമാനങ്ങളും രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷാ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. UAE-യുമായും സൗദി അറേബ്യയുമായും ഒരേ സമയം മികച്ച സൗഹൃദം നിലനിർത്തുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ സങ്കീർണവും എന്നാൽ അനിവാര്യവുമായ ഒരു നയതന്ത്ര പരീക്ഷണമാണ്. ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് ചായുകയോ ഒരു രാജ്യത്തെ പ്രീതിപ്പെടുത്തുവാൻ മറ്റൊന്നിനെ അവഗണിക്കുകയോ ചെയ്യാതെ സ്വന്തം ദേശീയ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകി ഇരു ശക്തികളെയും ഒരുപോലെ പരിഗണിക്കാൻ വളരെ സൂക്ഷ്മമായ ഒരു നയതന്ത്ര പാതയാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ ഈ സന്തുലിത നയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്നത് ഡി-ഹൈഫനേറ്റഡ് ഡിപ്ലോമസി അഥവാ വ്യക്തിഗത ഉഭയകക്ഷി ബന്ധങ്ങൾ എന്ന തത്വമാണ്. ഒരു രാജ്യവുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെ മറ്റൊരു രാജ്യവുമായുള്ള തർക്കങ്ങളുടെയോ സഖ്യങ്ങളുടെയോ കണ്ണിലൂടെ നോക്കി കാണാതിരിക്കാൻ ഇന്ത്യ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. UAE-യുമായി ഇന്ത്യ നടത്തുന്ന ചർച്ചകളോ കരാറുകളോ സൗദി അറേബ്യയ്ക്ക് എതിരല്ല എന്നും അതുപോലെ സൗദിയുമായുള്ള സഹകരണം UAE-ക്ക് ഭീഷണിയല്ല എന്നും ബോധ്യപ്പെടുത്തുവാൻ ഇന്ത്യൻ നയതന്ത്രജ്ഞർക്ക് കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് രാജ്യങ്ങളിലെയും പരമാധികാരികളുമായി ഇന്ത്യൻ നേതൃത്വത്തിലുള്ള അടുത്ത വ്യക്തിബന്ധം ഈ നയത്തിന് വലിയ തോതിൽ കരുത്ത് പകർന്നു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പുലർത്തുന്ന സഹോദരതുല്യമായ സൗഹൃദം പശ്ചിമേഷ്യയിലെ ആഭ്യന്തര തർക്കങ്ങൾ ഇന്ത്യയുടെ താൽപ്പര്യങ്ങളെ ബാധിക്കാതിരിക്കാൻ ഒരു കവചമായി വർത്തിക്കുന്നു. സാമ്പത്തിക പങ്കാളിത്തത്തിൻ്റെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളെയും ഒരുപോലെ നിർണായകമായി നിലനിർത്തുവാൻ അവയുടെ വ്യത്യസ്തമായ സാധ്യതകളാണ് ഇന്ത്യ ഉപയോഗപ്പെടുത്തുന്നത്. UAE-യുമായി ഇന്ത്യ ഒപ്പുവെച്ചിട്ടുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ വഴി ഉഭയകക്ഷി വ്യാപാരം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ്. സാങ്കേതികവിദ്യ, സ്റ്റാർട്ടപ്പുകൾ, ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ, നിക്ഷേപങ്ങൾ എന്നിവയിലാണ് UAE-യുമായുള്ള ബന്ധത്തിൽ ഇന്ത്യ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആഗോളതലത്തിൽ ട്രേഡ് ഹബ്ബായി നിൽക്കുന്ന UAE വഴിയുള്ള വ്യാപാരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണി തുറന്നു നൽകുന്നു. മറുഭാഗത്ത് സൗദി അറേബ്യയുടെ വിഷൻ 2030 പദ്ധതികളുടെ ഭാഗമായി വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രോജക്റ്റുകളിലും പെട്രോ കെമിക്കൽ മേഖലയിലുമാണ് ഇന്ത്യ പങ്കാളിയാക്കുന്നത്. ഇന്ത്യയിൽ വലിയ തോതിൽ നിക്ഷേപം നടത്തുവാൻ സൗദി തയ്യാറായിട്ടുണ്ട്. ചുരുക്കത്തിൽ UAE ഒരു സാങ്കേതിക വ്യാപാര പങ്കാളിയായിട്ടും സൗദിയെ ഒരു വൻകിട നിക്ഷേപ അടിസ്ഥാന സൗകര്യ പങ്കാളിയായിട്ടും ഒരേ സമയം പരിഗണിക്കാൻ നമ്മുടെ ഭാരതത്തിന് സാധിക്കുന്നു. ഊർജ്ജ സുരക്ഷയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇരു രാജ്യങ്ങളെയും തുല്യമായി കാണാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം. ഇന്ത്യയുടെ വ്യവസായ മേഖലയ്ക്കും ആഭ്യന്തര ആവശ്യങ്ങൾക്കും ആവശ്യമായ ക്രൂഡ് ഓയിലിൻ്റെയും LPG-യുടെയും വലിയൊരു പങ്ക് വരുന്നത് ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നുമാണ്. ഒപെക് സഖ്യത്തിൽ നിന്ന് UAE പുറത്തു പോയതോടെ രാജ്യാന്തര വിപണിയിൽ എണ്ണവില നിയന്ത്രിക്കുന്നതിലും ഉൽപ്പാദനത്തിലും സൗദിയും UAE-യും രണ്ട് തരം നിലപാടുകൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ രണ്ട് രാജ്യങ്ങളുമായും വെവ്വേറെ ദീർഘകാല കരാറുകളിൽ ഏർപ്പെടുന്നതിലൂടെ എണ്ണ വിതരണത്തിൽ ഉണ്ടാകാനിടയുള്ള തടസ്സങ്ങളെ മുൻകൂട്ടി പ്രതിരോധിക്കുവാൻ ഭാരതത്തിന് സാധിക്കും. കൂടാതെ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവുകളിൽ നിക്ഷേപം നടത്താൻ ഇരു രാജ്യങ്ങളെയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പ്രവാസിക്ഷേമവും സാംസ്കാരിക നയതന്ത്രവുമാണ് ഈ സന്തുലിതാവസ്ഥയുടെ മറ്റൊരു പ്രധാന തൂണ്. UAE-യിൽ ജോലി ചെയ്യുന്ന 40 ലക്ഷത്തോളം വരുന്ന ഇന്ത്യക്കാരുമായും സൗദി അറേബ്യയിലുള്ള 27 ലക്ഷത്തോളം വരുന്ന പ്രവാസികളും ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയിൽ നിർണായക പങ്കുവഹിക്കുന്നവരാണ്. വിദേശത്ത് നിന്നും ഇന്ത്യയിലേക്ക് ഒഴുകുന്ന പ്രവാസി പണത്തിൻ്റെ പ്രധാന സ്രോതസ്സുകൾ ഈ രണ്ട് രാജ്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഇന്ത്യൻ തൊഴിലാളികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ ഇരു ഭരണകൂടങ്ങളുമായി മികച്ച ബന്ധം പുലർത്തേണ്ടത് ഇന്ത്യയുടെ ആഭ്യന്തര ആവശ്യമാണ്. ഇതിനോടൊപ്പം തന്നെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമെന്ന നിലയിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വിശുദ്ധമായ കേന്ദ്രങ്ങളുടെ കാവൽക്കാരായ സൗദി അറേബ്യയുമായി ഇന്ത്യക്കുള്ള സാംസ്കാരികവും മതപരവുമായ ബന്ധം അതീവ പ്രാധാന്യമുള്ളതാണ്. ഹജ്ജ് തീർത്ഥാടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സൗദി നൽകുന്ന പിന്തുണ ഇന്ത്യക്ക് നിർണായകമാണ്. പാകിസ്ഥാൻ്റെ പശ്ചിമേഷ്യൻ ഇടപെടലുകളെ പ്രതിരോധിക്കുക എന്ന തന്ത്രപരമായ ലക്ഷ്യവും ഇന്ത്യയുടെ ഈ ഇരട്ട നയതന്ത്രത്തിന് പിന്നിലുണ്ട്.
സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് സൗദി അറേബ്യ നൽകുന്ന വലിയ സാമ്പത്തിക സഹായങ്ങളും അവർ തമ്മിലുള്ള പുതിയ പ്രതിരോധ കരാറുകളും ഇന്ത്യയിൽ ചില ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാന്റെ ഭീകരവാദ നിലപാടുകളോട് കടുത്ത വിയോജിപ്പുള്ള UAE കൂടുതൽ തങ്ങളോട് അടുപ്പിച്ചു നിർത്തുന്നതിലൂടെ പാകിസ്ഥാന്റെ ഗൾഫ് സ്വാധീനത്തെ കൃത്യമായി പ്രതിരോധിക്കുവാൻ ഇന്ത്യക്ക് സാധിക്കുന്നു. പാകിസ്ഥാന്റെ കശ്മീർ വിഷയത്തിലുള്ള പ്രചാരണങ്ങളെ തള്ളിക്കളയാൻ UAE കാണിക്കുന്ന ആർജവം ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ്. അതേസമയം തന്നെ സൗദി അറേബ്യയുമുള്ള തന്ത്രപരമായ ചർച്ചകളിലൂടെ ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകൾ അവരെ ബോധ്യപ്പെടുത്താനും ഭീകരവാദ വിരുദ്ധ പോരാട്ടങ്ങളിൽ അവരെ പങ്കാളികളാക്കാനും ഇന്ത്യ ശ്രദ്ധിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ മാറിക്കൊണ്ടിരിക്കുന്ന ചേരിതിരിവുകൾക്കിടയിൽ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് മറ്റൊരു പക്ഷത്തെ ശത്രുവാക്കുക എന്നത് ഇന്ത്യയുടെ വിദേശ നയമല്ല. പശ്ചിമേഷ്യൻ രാഷ്ട്രീയവും ഇന്ത്യൻ ഉപഭൂഖണ്ഡവും തമ്മിൽ പരസ്പരം ഇഴചേർന്ന് കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ UAEയും സൗദി അറേബ്യയും ഒരേ തട്ടിൽ വെച്ച് തുല്യ പ്രാധാന്യത്തോടെ പരിഗണിക്കുക മാത്രമാണ് ഇന്ത്യയുടെ മുന്നിലുള്ള ഏക മാർഗം. ഇരു രാജ്യങ്ങളിലെയും ആഭ്യന്തര മത്സരങ്ങളിൽ ഇടപെടാതെ സാമ്പത്തിക പ്രതിസന്ധികളിലും പ്രാദേശിക സുരക്ഷാ പ്രശ്നങ്ങളിലും ഇന്ത്യയുടെ വിശ്വസ്തത ഇരുവർക്കും ഒരുപോലെ ഉറപ്പു നൽകുന്നതിലൂടെ പശ്ചിമേഷ്യയിൽ തനതായ ഒരു നയതന്ത്ര ആധിപത്യം നിലനിർത്തുവാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. വരും നാളുകളിലും ഈ സന്തുലിതാവസ്ഥ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്ത്യയുടെ ആഗോള വളർച്ചയ്ക്ക് ഏറെ അനിവാര്യമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.